അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാല് ഇന്ന് ഈറ്റ് കിട്ടുന്നവർക്ക് അവർക്ക് കിട്ടിയ മുട്ട എന്താണോ അത് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും. പക്ഷെ പോസ് കിട്ടുന്ന ആളെ ഈറ്റ് കിട്ടുന്നവർക്ക് എപ്പോ വേണമെങ്കിലും പോസ് ചെയ്യാനും പറ്റും. പോസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പാടില്ല. സ്റ്റാച്യു പോലെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ അനങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പണിഷ്മെന്റ് കിട്ടുക. പിന്നെ പോസ് എന്ന് പറഞ്ഞ ആള് തന്നെ റിലീസ് പറഞ്ഞാൽ മാത്രമേ അവർക്ക് പിന്നെ കഴിക്കാനോ അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കണം. നമ്മൾ പണ്ട് കളിക്കല്ലായിരുന്നു പോസ് റിലീസ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ആരും മറക്കത്തില്ല, എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, താഴെ ലിങ്ക് ഇടോ, അതിൽ കയറിയിട്ട് ഇൻസ്റ്റയിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. ഈ റൗണ്ടിൽ 4 ലോട്ടാട്ടുള്ളത്. 2 പോസും ഉണ്ട്, 2 ഈറ്റും ഉണ്ട്. ഭാഗ്യം പോലെ ആയിരിക്കും കിട്ടുക. ചിലപ്പോ 2 പോസ് ആയിരിക്കും, 1 ഈറ്റ് ആയിരിക്കും. ചിലപ്പോ 2 ഈറ്റ് ആയിരിക്കും, 1 പോസ് ആയിരിക്കും. 2 പോസം കിട്ടിയ കോമഡി ആവും ഗൈസ്. ഈറ്റ് കിട്ടുന്ന ആള് കൊല്ലോ. കഴിഞ്ഞ കുറെ ചാലഞ്ചിന്റെ കണക്കുകൾ നമുക്ക് വീട്ടാനുണ്ട്. അതാണ് ഞാൻ ആലോചിച്ച് വെച്ചത്. അപ്പൊ ലോട്ട് എടുക്കാം. മാത്രം കിട്ടിയാൽ മതി. ഈ ടൗണില് ഇവർക്ക് 2 പേർക്ക് പോസ് എനിക്ക് ഈറ്റും. അങ്ങനെയാവുമ്പോ നല്ലത്. നല്ലത്. എനിക്കാണ് ഗൈസ് ഈറ്റ് കിട്ടിയത്. അപ്പുറത്തും ഇപ്പുറത്തും പോസാണ്. ഇവിടെ ഏകദേശം എന്താ ഫുഡ് വന്നത് വരെ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇവർക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്താക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ലെവലാക്കി എടുക്കാം. 3, 2, 1, go. നല്ല ചിക്കന്റെ ലെഗ് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതെന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. രണ്ടാമത് കഴിക്കാൻ തുടങ്ങി. ഇനി ഞാനാ കാണിച്ചുതരാം എങ്ങനെ കഴിക്കേണ്ടത്. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ഈ റൗണ്ട് കഴിഞ്ഞ വരെ ഞാൻ പിന്നെ ബോസിൽ നിർത്തട്ടെ. ഇത് കണ്ടോ, അടിപൊളി ബിരിയാണി. നമ്മള് കല്യാണപ്പറയൊന്നും കഴിക്കൂലേ അതേപോലത്തെ ബിരിയാണി അല്ലേ? നമ്മൾ ഈ കല്യാണപ്പുരന്ന് കഴിക്കുന്ന ബിരിയാണി ഇല്ലേ, അതിന്റെ അതേ ടേസ്റ്റ്. ശ്രീ പോസ് നല്ല കഴിക്കുന്ന ഞാൻ കണ്ടാ പോസിന്റെ 5 പോസ്. 2 ഇരുന്ന് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എന്നൊക്കെ പറയാ. അതിനൊന്നും കുഴപ്പമില്ല. എന്താ പറയാ, വായ തുറക്കരുതെന്നോ ഒന്നും ഉണ്ടെന്നില്ല. അവർക്ക് ഇതേമാതിരി കിട്ടുട്ടോ, നല്ല പണി തിരിച്ചു കിട്ടും. അതെനിക്കറിയാം. അതാ ഞാൻ മാക്സിമം ഇപ്പൊ യൂട്ടിലൈസ് ചെയ്ത് വെക്കുക. ശ്രീ റിലീസ്. എന്റെ സമയം വരൂ. കൊക്കൽ അവിടെ നിൽക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി പോയി കഴിച്ചു. അല്ല ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ റിലീസ് ചെയ്യണോ? ശ്രീ അന്നാണ് കഴിക്കുന്നത്. ഇവിടെ റിലീസ് ചെയ്യണോ? ചെയ്ത് പാവല്ല, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാ ശ്രീ ഇനി പോസ് ആവട്ടെ. പോസ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? എനിക്ക് കമ്പനി ഇല്ലായിട്ട് ഒരു രസമല്ലേ കഴിച്ചു. ഇവർ ആരെങ്കിലും ഒന്ന് വർത്താനം പറയണം, എന്നല്ലേ രസം ഉണ്ടാവുള്ളൂ. അഭിപ്രായം പറയാൻ ഞാൻ സമ്മതിച്ചു. സ്റ്റാച്യു കാണിക്കാൻ പണിഷ്മെന്റ് ആണ്. ശ്രീ റിലീസ്. ശ്രീ പോസ്. ഇത് എനിക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല ഇവരെ കളയിട്ടിട്ട്. ശ്രീ റിലീസ്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ആയിരുന്നു. ഇത് കണ്ടു ചിരിച്ചിട്ട് എനിക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. നല്ല അടിപൊളി ബിരിയാണി ആയിട്ട്. എന്റെ ചിക്കനൊക്കെ തീരാനായി, കുറച്ചും കൂടി വെക്കാം. ശരിയാ, നല്ല അടിപൊളി സോഫ്റ്റ് ചിക്കൻ എടുത്ത് കണ്ടോ. ഞാൻ ഫുള്ള് നിന്നാ ഗ്യാപ്പിൽ ഞാൻ പ്ലേറ്റ് ഉണ്ടോ കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പോസ് പറയണ്ടേ? അത് കണ്ടില്ല. പക്ഷെ ഈ റൗണ്ട് കൊടുക്കണ പണികളൊക്കെ ഞാൻ ഊക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ചാൻസ് തരില്ല. അപ്പൊ എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഫുള്ളാക്കി വർത്താനം പറഞ്ഞിരിക്കുന്നതാ. അവർക്ക് ചാൻസ് കിട്ടിയില്ല. വേണോ, തിന്നണോ? ശ്രീ ചിക്കൻ വേണോ? ടേസ്റ്റ് ഉണ്ട് ബിരിയാണി? എനിക്കുള്ള ചിക്കൻ തിന്നാൻ പറ്റുന്നില്ല. ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം ഭാവം ഒന്നും പറയാൻ പാടില്ല കേട്ടോ. റിലീസ്.
നോക്കട്ടെ guys. ഈ റൗണ്ടിലുള്ള ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ പോസ് പറഞ്ഞിട്ട് ഇവിടെ കുറച്ചായിട്ടേ ഉള്ളൂ ചോറ് കഴിക്കുന്നത്. അല്ല ഒരു കാര്യം പറയട്ടെ, അഞ്ചേക്ക് കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇനിയാണ് കൂടുതൽ പോസ് കിട്ടിയത് എനിക്ക് കൊറേ കഥ പറഞ്ഞതാണ്. വേഗം ബിരിയാണി ഉണ്ട്. ഞാൻ ഇവിടെ കഴിച്ചിരിക്കുമ്പോ അടുത്ത റൗണ്ടിലേക്ക് പോയിക്കൂടെ? അല്ല ഞാൻ കഴിയട്ടെ, ഈറ്റിട്ടാലും ഇവൻ നിന്നിട്ട് അത്ര ഉള്ളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ നിയമമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അത്ര ഉള്ള അത് നല്ല കിട്ടുമ്പോ ചിലപ്പോ കുറച്ചു നേരം വായ അടച്ചാൽ കൊറേ നേരമായി കലമില. ഇനി നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനത്തെ അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ എനിക്ക് എന്തായാലും ഈറ്റ് കിട്ടണം, ഷാമിക്ക് പോസ് കിട്ടണം. എന്റെ ആഗ്രഹം തന്നെയാണ് guys. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ എനിക്ക് പോസ് കിട്ടി കഴിഞ്ഞാൽ ഇവരിന്റെ കൊല്ലുകളെ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചത് അത് ആലോചിക്കണം. പക്ഷെ എന്തായാലും എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഗൈസ് ഫസ്റ്റ് റൗണ്ട് ഞാൻ അങ്ങനെ ആക്കിയത്. ഫുഡ് അപ്പൊ നമുക്ക് എടുക്കാം. ഞാൻ എടുത്തു. ഈറ്റനെ കിട്ടണേ. ഈറ്റ് എനിക്ക് ഈറ്റ കിട്ടിയത്. മാറി മാറി ഓളെ പോസ് വിളിക്കും. റിലീസ് കഴിഞ്ഞ ഉടനെ ഉണ്ട് പ്രതീക്ഷിക്കാൻ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവർക്ക് രണ്ടുപേർക്ക് പോസ് എനിക്ക് മാത്രം ഈറ്റ് കിട്ടണം. അതിൽ ഏറ്റവും നല്ല ഫുഡ് വരണം. അത് പിന്നെയാണ് ഫുഡ് കഴിക്കണ്ടല്ലോ, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഫുഡ് എന്താ നോക്കാം. നല്ല ഫുഡ് ഒന്നും ആവില്ലേ? അവിടെ നല്ല ഫുഡ് എന്താണ് കൊതിപ്പിച്ച് കഴിക്കാൻ പറ്റണേ. ഓക്കെ 3, 2, 1 go. സ്ട്രോബെറി ഐസ്ക്രീം ഇനി കഴിക്കാൻ തുടങ്ങാം. നല്ല അടിപൊളി സ്ട്രോബെറി ഐസ്ക്രീം ആണ് ഇത്. പിന്നെ അടിപൊളിയായിട്ട് പറയേണ്ട ആവശ്യമില്ല ബോസ്. നീ റിലീസാക്കി പറയാട്ടോ. റിലീസ് ചെയ്യാൻ ഒരിക്കലും പറയില്ല. ഞാൻ പറയൂല. ഇതൊക്കെ ഇഷ്ടല്ലേ സ്ട്രോബെറി? നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. എനിക്ക് ഓക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ ഞാനും അഞ്ച് ഇതില് കോൺഫ്ലേക്സ് ഒക്കെ ഇട്ട് തിന്നാറുണ്ട്. പോസ് അല്ല സോറി റിലീസ്. പോസ് എല്ലാം നേരത്തെ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. റിലീസ് റിലീസ് നല്ല രസം. എനിക്കൊരിക്കലും പോസ് കിട്ടരുത് കേട്ടോ. ഇവിടെ തിന്നാൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനല്ല. ശ്രീ റിലീസ്. എനിക്കൊരു ചാൻസ് സമയത്ത് അവർക്ക് കൊടുക്കും. അങ്ങനെ ഇഷ്ടമല്ല സ്ട്രോബെറി. കഴിഞ്ഞ റൗണ്ടില് അല്ല കഴിഞ്ഞ ചാലഞ്ചില് ഇവൾ എനിക്ക് നൂഡിൽസ് തിന്നിപ്പിച്ചെന്ന് ഓർമ്മയില്ലേ? എന്റെ അമ്മയോ ഓളിക്കൊരു ഗ്യാപ്പ് തന്നിട്ട് അതിലെനിക്ക് ഒരു ഗ്യാപ്പ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചാലഞ്ചിൽ ആ റിവെഞ്ച് ഒക്കെ തീർക്കണം. റിലീസ് കഴിച്ചോട്ടെ. ോണെങ്കിലും തിന്നോട്ടെ. ഇപ്പൊ 4 കൂടെ കഴിക്കൂ. വേഗം കഴിച്ച ഉടനെ അടുത്ത പണി തരാം. എനിക്ക് തോന്നുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണെങ്കിൽ ശ്രീക്ക് കുറച്ചുകൂടെ ഇഷ്ടം വരുന്നത്. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്ട്രോബെറി ഒക്കെ ഇഷ്ടമാണ്. സ്പാനിഷ് ഡിലൈറ്റ് ഇതിനെക്കാളും നല്ല ഇഷ്ടമാണ് നമുക്ക് അല്ലേ? റിലീസ് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എങ്ങനെയുണ്ട് ഈ ഐസ്ക്രീം? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ. അടിപൊളി. അല്ല ഞാൻ ആക്കിയപ്പോൾ ആഗ്രഹം നോക്കാൻ വേണ്ടി കാത്തിരുന്നു. അടിപൊളി. ഈ നേരത്തെ ഇങ്ങനെ നിന്ന പോലെ അല്ലേ? അതേപോലെ നിൽക്കാൻ വേണ്ടി എനിക്ക് ഇത്ര ഐസ്ക്രീമിന്റെ ആവശ്യമില്ലല്ലോ. കുറച്ച് എടുക്കട്ടെ. എനിക്ക് ഇഷ്ടമായുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ കുറച്ചെടുത്തോളൂ. വലിയൊരു സ്പൂൺ എടുത്ത് കൊണ്ടേന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഞാൻ കുറച്ചെടുത്തോളൂ. പറ്റിയിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു നമുക്ക് തന്നെ കുഴഞ്ഞു പോകുന്നുട്ടോ. ഏകദേശം കഴിച്ച് ചെയ്യാനായി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് വരാൻ നോക്കാം. അങ്ങനെ തേർഡ് റൗണ്ടിലേക്ക് കണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ റൗണ്ടിലെങ്കിലും ഒന്ന് ഈറ്റ് കിട്ടുമോ? കഴിഞ്ഞ 2 റൗണ്ട് നമുക്ക് നല്ല കഷ്ടകാലം. ഈ റൗണ്ടിൽ ആവരുന്നതാണ് വെക്കുന്നത്. ഇനി എനിക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോസ് കിട്ടണം. ഒരുമിച്ച് പോസ് എനിക്ക് മാത്രം ഈറ്റ് കിട്ടും. എനിക്ക് ഇനി ഈറ്റ് കിട്ടണേ. ഞങ്ങൾക്ക് 2 പോസ് ഓക്കെ ഇറ്റ്. കഴിഞ്ഞ 2 റൗണ്ടിലായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്ക് എന്താ ഫുഡ് ആവുന്നുണ്ട്. നേരത്തെ ഞാൻ നല്ല പണിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നല്ലടാ കുറച്ചൊന്നല്ല കൊടുത്തത്. അയ്യോ അല്ല ഞാൻ അതോടെ മറന്നിട്ടില്ല. ഈ വിഷമിക്കേണ്ട. ബിരിയാണിക്കല്ലേ? 3, 2, 1 go. അയ്യോ ശ്രീ ഈറ്റ് കഴിക്കി
കിട്ടിയാലും തന്നെ കഴിക്കാം. ഞങ്ങളെ ഫസ്റ്റ് ഇട്ട് പോസ് പറഞ്ഞിട്ട് ലാസ്റ്റ് റൗണ്ട് നേരത്തെ റിലീസ് ചെയ്താൽ മതി. ഇത് നോക്ക്, അച്ചാർ അതിന് കൊറേ പച്ചമുളക് വലുത് അച്ചാറാക്കാനുള്ള ശ്രമമായിരുന്നു തോന്നുന്നുണ്ട്. ഇത് നോക്ക്, മാങ്ങ എന്താണെങ്കിലും ഒക്കെ കേട്ടോ, അത് കുഴപ്പമില്ല. പോസ് പറയില്ല, അതൊക്കെ ഞാൻ പറഞ്ഞോളൂ. കഴിച്ചോ. ഗൈസ്, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഈറ്റ് കിട്ടിയ സമയത്ത് കഴിക്കാൻ പ്രയാസമുള്ള സാധനങ്ങളാണ്. പക്ഷെ എന്നാലും ഇവരെ ഞാൻ വെറുതെ വിടൂല കേട്ടോ. ഈ പോസ് ഞാനിപ്പോഴൊന്നും പോസ് പറയാൻ പോലും നല്ല എരുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും ഞാൻ പോസ് പറയില്ല. ഒരു കഴിച്ച് കുറച്ച് ഇതൊക്കെ വന്ന് അപ്പം മുതൽ ഞാൻ പിന്നെ പോസ് പറഞ്ഞു. പച്ചമുളക് കിട്ടുന്നുണ്ട്, ഇതിൽ തന്നെ 4-5 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പച്ചമുളക് ഓൾറെഡി എന്നോട് പച്ചമുളക് 5 പോസ്. 5 എന്റെ അമ്മോ, റിലീസ് ആയിക്കോട്ടെ. റിലീസ് രണ്ടാളോടും കൂടി അവട്ടതുണ്ടോ? ഞാൻ ആ നേരം കൊണ്ട് ദൈവം വാങ്ങിയെടുത്ത് കഴിക്കട്ടെ. നല്ല എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടമായി. ആ രണ്ടുപേരും റിലീസ്. എനിക്ക് ഉറപ്പേനുള്ളത് പോസ് പറയും. വായിലെത്തി കഴിഞ്ഞ പോസ് പറയും. എനിക്ക് ഉറപ്പേനും എല്ലാവരും ശ്രീ. അമ്മോ, ആ മുളക് കഴിച്ചു. മുളക് പിന്നെ എന്തിനു വെച്ചതായില്? എന്റെ വായിലുള്ള മുളകാ, വായ മുളകാ. എന്നാ പോസ് ആ മുളക് വായിലിരുന്ന് നന്നായിട്ട് എരിഞ്ഞു പകഞ്ഞ് കണ്ണിന്ന് കുറച്ച് വെള്ളമൊക്കെ വരുമ്പോ നമുക്ക് റിലീസ് ചെയ്യാം. ഇപ്പൊ കുറച്ചു നേരം അവിടെ ഇതെനിക്ക് കഴിക്കാൻ തരില്ലേ? കഴിച്ചേ പറ്റുള്ളൂ. ഞാനിത് മുളക് കഴിക്കുന്നുണ്ട്. നീ കഴിക്കണ്ടേ? ഞാൻ കഴിച്ചതോ വായ ചാമി പോസ് 5 റിലീസ് ആയിക്കോട്ടെ അല്ലേ? എനിക്ക് പക്ഷെ ഞങ്ങൾക്ക് പോസ് കിട്ടുന്നുണ്ടോ? ചോക്ക് പച്ചമുളക് കിട്ടിയത് നമുക്ക് ഒരു വിഷമം. ഞാൻ പച്ചമുളക് കഴിച്ച് കഴിച്ച് തിന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. 5 പോസ്. ഷാമിന്റെ മുഖം നോക്ക് ഗൈസ്. ഓളെ ഏരും ഇങ്ങനെ സഹിച്ചിരിക്കുക. 2 റൗണ്ടില് ഞാൻ കഷ്ടപ്പെട്ടതാണ്. കുറച്ചേരം കഴിഞ്ഞിട്ടാക്കല്ലേ ഗൈസ്. ഷാമിന്റെ വലിയൊരു മാങ്ങ ഉണ്ട്. ഓള് പച്ചമുളക് തിന്നോട്ടെ. നമുക്ക് ആ മാങ്ങ ഇങ്ങോട്ട് എടുക്കല്ലേ? ഇതും എടുക്കാം. ഇന്റെ ഐസ്ക്രീം ഓർമ്മല്ലേ? ഇന്റെ ഐസ്ക്രീം എടുത്തപ്പോ ഇനി ഇതും കൂടെ ഞാൻ കൂടെ എടുക്കുന്നുണ്ട്. ബാക്കി ഇനി ഒരു മാങ്ങ, ഞാൻ മാങ്ങയുടെ ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. അതോട് കഴിച്ചോട്ടെ. ഇനി കഴിക്കുമ്പോൾ പച്ചമുളക് കഴിച്ചോട്ടെ. 5 റിലീസ്. എങ്ങനെയുണ്ട് എരു? എനിക്ക് ഈറ്റ് കിട്ടിയാൽ എന്തായിരിക്കും പക്ഷെ ഞാനിത്ര എരിവുള്ളതല്ല. നല്ല ഐസ്ക്രീമിന് എല്ലാത്രയും പോസ് കൊടുത്തത് ഈ എരിഞ്ഞു പോയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഷാമി റിലീസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയായില്ലേ? പച്ചമുളക് ഞാന് വായിട്ട് അപ്പ പറഞ്ഞത് അവള് പോസ്റ്റ് കുറച്ചും കൂടെ കഴിഞ്ഞ അടുത്ത റൗണ്ട്. ചിലപ്പോ അടുത്ത റൗണ്ടിൽ എനിക്ക് ഈറ്റ് കിട്ടില്ലെങ്കിലോ അതിനോട് കുറച്ചുകൂടെ കഴിഞ്ഞു പോവാം. 2 പേര് പോസ്റ്റ് റിലീസ്. എന്റെ അമ്മോ, ഈ ഒരു സഹിക്കാൻ വയ്യട്ടോ. വരുണ്ട്. അത്യാവശ്യം രണ്ട് റൗണ്ടിൽ ഇവർക്ക് പണിയെടുത്തതിന് തിരിച്ച് ഒരൊറ്റ റൗണ്ട് നല്ല പണിയിട്ടുണ്ട്. ഇവര് മാത്രമല്ല ഈ റൗണ്ടിൽ ഞാനും കഷ്ടപ്പെട്ടു. ഞാനും പച്ചമുളക് കഴിച്ചിട്ടല്ലോ. പക്ഷെ അതിന് കൂടെ എന്റർടൈൻമെന്റ് കൂടെ ഉണ്ട്. അതുണ്ട്. അപ്പൊ ഈ റൗണ്ടിൽ ഏകദേശം എത്ര മതി? നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. നേരത്തെ തരും. അങ്ങനെ തന്നെ ഇവിടൊക്കെ എരിയുന്നുണ്ടോ? ആ പച്ചമുളക് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പോസ്റ്റ് പറഞ്ഞു ദ്രോണി. അതെനിക്ക് സന്തോഷമുള്ളൂ. അത്രയും തന്നെ ദ്രോഹിച്ചിട്ട് 2 റൗണ്ടിലായിട്ട്. പക്ഷെ അതാ ഒരൊറ്റ റൗണ്ടിൽ ഈറ്റ് കിട്ടണം, നല്ല അടിപൊളി ഫുഡ് കിട്ടണം, നമുക്ക് പോസ് കിട്ടണം. പോസ് കിട്ടിയാ വേണ്ട. അവര് പിന്നെ എന്നോട് പകരം കിട്ടും. അത് ഒന്ന് തരുമോ? എനിക്ക് പോസ് കിട്ടിയത്. എനിക്ക് പോസ്റ്റാണ് കേസ് കിട്ടിയത്. ശരിക്ക് തരാം. നമുക്ക് ഫുഡ് എന്താന്ന് നോക്കാം. കാണാൻ കിട്ടും. ഓക്കെ, ഒരു മിനിറ്റ്. ഫുഡ് കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ അത് നല്ലോണം കൺകുളൊക്കെ കണ്ടോളാം. പിന്നെ കാണാൻ പറ്റൂല, സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, 3, 2, 1, go. തോന്നി നല്ല എന്തെങ്കിലും വരുള്ളൂ എനിക്ക് ഉറപ്പാണ്. ഞാൻ പോസല്ല. അല്ല, ഈ പോസല്ല. എനിക്ക് ചിക്കന്റെ കാലൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. ഇതാണ് ചിക്കന്റെ കാലാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഷാമിക്ക് ഇഷ്ടം കേട്ടോ. ഷാമിന്റെ നോക്കുന്നേ. ശ്രീ, ഈ റിലീസ് ആയിക്കോ. അപ്പോ അവിടെ കുറച്ച് ആറടി ഒരു ബൈറ്റ് എടുത്തോട്ടെ. പാവല്ലേ, ഇപ്പോഴും സമയം അവിടെ ഇരിക്കട്ടെ. ഇതുണ്ടോ? അല്ലെ അങ്ങോട്ട് നോക്കി എന്തിനാ അറിയോ?
കാണിച്ചതാ ഇതുണ്ടോ നല്ലപോലെ ചിരിച്ചില്ല പണിഷ്മെന്റ് കൊടുക്കോ എനിക്കത് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല റിലീസ് ആയിട്ടോ എത്ര റൗണ്ടിന് ബാക്കിയുണ്ട് ഒറ്റ റൗണ്ട് കൂടെ ഉള്ളൂല്ലേ അതെനിക്ക് കിട്ടിട്ടോ ഞാൻ ഈ മിന്നി ഇങ്ങോട്ട് നോക്കിയില്ലേ ശ്രീക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഇവിടെ എപ്പോ പ്രോസർ വാങ്ങി കഴിഞ്ഞാല് ചിക്കന്റെ കാര്യം ഒക്കെ വേണം എന്നാണ് ഐഡിയ ഉണ്ട് ഇപ്രാവശ്യം എനിക്ക് അത് കിട്ടിയത് റിലീസ് ആയിക്കോ രണ്ടാണോ ശ്രീ ഇങ്ങോട്ട് തിന്നുന്ന കാണാൻ വേണ്ടിട്ടോ കഴിച്ചോ കഴിച്ചോ ഞാൻ കഴിക്കും ഞാൻ അങ്ങോട്ട് നോക്കൂല നേരത്തെ ഷാമിയെ നിർത്തിയ പോലെ നിർത്താൻ വേണ്ടിട്ടാണ് തിന്നുന്ന കാണാൻ വേണ്ടിട്ടാ കഴിച്ചോ എന്തെങ്കിലും കഴിക്കാതെ ഞാൻ അവരോട് പോസ്റ്റ് പറയണൊന്നുമില്ലല്ലോ കഴിച്ചോ അവൻ കഴിച്ചോ 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 കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഇതാക്കലൊന്നുമില്ല കഴിച്ചോ ഒരു കഴിച്ചോട്ടോ പാവല്ലേ ഞാൻ വർത്താനം പറയുന്ന സമയത്ത് വേണമായിരുന്നു കുറ്റം പറയാതെ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് കുറ്റം പറയാം തിന്നതാണ് ഞാൻ പോസ്റ്റ് പറയുന്ന വിചാരിച്ചു ഇവര് കഴിക്കുന്നില്ല ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കാൻ കാത്തു നിൽക്കുക അവര് കഴിക്കാൻ വേണ്ടിട്ട് കഴിച്ചോ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ സ്നേഹത്തോടെ പറയുന്നത് മനസ്സിലാക്കണ്ട കഴിച്ചോ ശ്രീ എന്ന അടിപൊളിയായിട്ടോ ഷാമി റിലീസ് ആയിക്കോ നീ കണ്ട് ചിരിക്കാൻ വേണ്ടിയാണ് റിലീസ് ആക്കിയത് നേരത്തെ അച്ചാറും പച്ചമുളകും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂക്കിൽ നല്ല സ്മെല്ലടിക്കും അപ്പൊ ഒക്കെ നന്നായിട്ട് വിശക്കും അവിടെ ഇരിക്കട്ടെ ചേർന്ന് കഴിയുന്ന ബിരിയാണി നല്ല തിന്നാൻ ഞാൻ സമ്മതിച്ചില്ല സെക്കൻഡ് റൗണ്ടിൽ എന്തേലും ഐസ്ക്രീം അത് തിന്നാൻ ഞങ്ങൾ രണ്ടാളും സമ്മതിച്ചില്ല പിന്നെ തേർഡ് റൗണ്ടിൽ പച്ചമുളക് ഉള്ളതായിരുന്നു അത് തിന്നാൻ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു ഇപ്പൊ ബ്രോസ്റ്റ് ഇപ്പൊ തിന്നാൻ നമ്മൾ സമ്മതിക്കുന്നില്ല ചിക്കൻ കഴിക്കാൻ മാത്രത്തിൽ ആഗ്രഹം ഉണ്ടോ കഴിച്ചോ കഴിച്ചോ റിലീസ് ചിരിക്കാനേ ഞാൻ സമ്മതിച്ചു കൊടുക്കും രണ്ടാൾക്ക് പണിഷ്മെന്റ് കൊടുക്കാണ്ട് ചില കേൾക്കണ്ടേ തലണ്ടിപ്പോ പറയും രണ്ടാളും റിലീസ് എനിക്ക് വയ്യ അടുത്ത റൗണ്ടിലേക്ക് പോവാം ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ് ഇനി ഈ റൗണ്ടിൽ ആർക്കാണ് കഴിഞ്ഞ റൗണ്ട് അവസ്ഥ ആലോചിച്ച് ഞങ്ങള് രണ്ടുപേരും കൂടെ ഇവക്ക് ഇട്ട പണി കൊടുക്കും അടിപൊളി ഫുഡ് ഈ റൗണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ റൗണ്ട് എന്തായാലും ഫുള്ള് തീരണോ ഫുഡ് നോക്കാം എന്റെ ഒരു ഉഷാറുണ്ടാവുക രണ്ടും അപ്പുറത്തപ്പുറത്തേക്ക് പോസ്റ്റ് പറഞ്ഞില്ലേ ഫസ്റ്റ് റൗണ്ട് എങ്ങനെയായിരുന്നു ഓർമ്മ ഉണ്ടോ തുറക്കാം 3, 2, 1 go കൈപ്പന്റെ സൂപ്പ് അടിപൊളി ഇവർക്ക് രണ്ടാക്കും ഈസ്റ്റ് നല്ലോണം കഴിച്ചോളി പകരം അറിയില്ല കഴിക്കാതിരിക്കാനൊന്നും പറ്റൂല എങ്ങനെയുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തോ കഴിച്ചോ അയ്യോ എന്തൊരു കയ്പാണ് നോക്ക് ഗൈസ് ഒരു ലോഡ് കയ്പ കയ്യിലുണ്ട് ആ കയ്പിന്റെ അതേ ഇതുമാണ് ഇട്ടത് എന്താ എല്ലാരും ഒരേപോലെ അല്ലേ എനിക്ക് ഒരേപോലെയല്ല നിങ്ങൾ രണ്ടാളും ഈറ്റു ഞാൻ പോസ്റ്റ് ഞങ്ങൾക്ക് പറയാൻ തോന്നുമ്പോഴേ പറയുള്ളൂ പറയൂല അവൻ കഴിച്ചോ ഇവർക്ക് കയ്പ ജ്യൂസ് പറഞ്ഞപ്പോ പോസ്റ്റ് ഒന്ന് വിളിക്കേണ്ട കഴിച്ചോന്ന് ഞങ്ങൾ പറയും അവള് കഴിക്കുന്നില്ല ഞാൻ കഴിക്കുന്നുണ്ട് എവിടെ ഉണ്ട് ആ പോസ്റ്റ് കൈപ്പ് നല്ലോണം അറിഞ്ഞോട്ടെ അതെനിക്ക് ഇഷ്ടപ്പെട്ട് അഞ്ച് ഈ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോസ് പറയാം ഞാൻ റിലീസ് ചെയ്തപ്പോ തന്നെ ഓൾ അടുത്ത സ്പൂൺ എടുക്കും എടുത്തിട്ട് നമുക്ക് പോസ് പറയാം അതല്ലേ ഇപ്പൊ നല്ല രസമുണ്ട് കഴിച്ച് എനിക്ക് കഴിപ്പ് കിട്ടി അത്ര വിഷമമായിട്ട് തോന്നില്ല നല്ല കൈപ്പില്ല മുഖഭാവൊക്കെ മാറി വരുന്നുണ്ട് പണിഷ്മെന്റ് കൂടി വേണേ നീ പച്ച കയ്പ് തരും കേട്ടോ പണിഷ്മെന്റ് ഈ 3 എണ്ണം കൂടെ കഴിക്കില്ലെങ്കിൽ ചിലപ്പോ പണിഷ്മെന്റ് റിലീസ് എങ്ങനെ ഉണ്ടായിരുന്നു പോസ് റിലീസ് പോസ് റിലീസ് പോസ് ഒന്നും കേട്ടോ കൈപ്പ കൂടെ വയറ് പോവാനുള്ള ടൈം കൊടുക്കണം റിലീസ് കയ്പ് നല്ല ചതച്ചരച്ച് കഴിക്കുക എനിക്ക് പോസ്
എന്താ ഫസ്റ്റ് കിട്ടിയ പോലെ ഞങ്ങൾ നല്ല കഴിക്കണല്ലോ ഒക്കെ പോസ് കൊടുത്താൽ റെഡി ആവുമല്ലോ എന്നാട്ടോ. പക്ഷെ നമ്മള് കഴിച്ച ഞാൻ ഇനി പോസ് പറഞ്ഞോളാം. ഞാൻ കഴിക്കുന്നില്ല. ഷാമി റിലീസ് റിലീസ് അല്ലേ? എന്തൊരു ദുഷ്ടന്മാരാണ്. ഇതിന്റെ ആ ടേസ്റ്റ് ഞാൻ നന്നായിട്ട് അറിഞ്ഞു ഗൈസ്. ബാക്കിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളൊന്നും മര്യാദയ്ക്ക് അറിഞ്ഞില്ല. ഇതിന്റെ ഞാൻ നല്ല അറിഞ്ഞു. കഴിക്ക് ഷാമി ബോസ് ഒരു 2 കടി കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ കയ്പന്റെ കയ്പ് നീരൊക്കെ അങ്ങോട്ട് വന്ന് ആ ഒരു ടൈപ്പിലേക്ക് റിലീസ് അതിനായിരുന്നില്ല. അതിനൊപ്പം 4 ചവക്കല്ലേ വെച്ചില്ല. അപ്പൊ കുറച്ചും കൂടെ വന്നിട്ടുണ്ടോ നീര്? ആദ്യം മുതൽ ഇവക്ക് ഇങ്ങനെ കിട്ടണേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഈട്ടി ഇവക്ക് പോസ് കിട്ടി. ഞങ്ങൾ അപ്പുറത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാം. നല്ല രസമുണ്ടായിരുന്നു. കോംബോ ആയിട്ട് ഇങ്ങനെ പോസ് പറയുമ്പോൾ നല്ല രസം. റിലീസ് ചെയ്തോ? എങ്ങനെയുണ്ട്? ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? ഒരു round കൂടെ അരി വെച്ചാലോ? ഒരു റൗണ്ട് കൂടെ വെച്ചാലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. റിലീസ് ചെയ്തോ? നീ കുറച്ച് കഴിച്ചിട്ട് ഇതിനെക്കാട്ടും നല്ല ഈറ്റിട്ടുന്നതിനും ഈറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചപ്പോ തന്നെ ഇറക്കാം. പക്ഷെ പൂസ് ഇട്ട് കഴിഞ്ഞാല് ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ ഇവര് പോസ് പറയും. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ തന്നെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇടുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതായത് ശ്രീലക്ഷ്മി ഷാമി റിലീസ് ഷാമിയ സഞ്ജിത signing off.